സന്തോഷിക്കുകയല്ല, ആഘോഷിക്കും ഈ വിജയം ഞാൻ. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് നിന്റെ തകർച്ചയാ. എന്നുവെച്ചാ അബിയുടെ വളർച്ച. ഹലോ, please. കൃഷ്ണേട്ടാ, പരിപ്പൊടി ഉണ്ടായിരുന്നു, വാങ്ങിക്കണോ കൃഷ്ണേട്ടാ? വേണ്ടടാ, പരിപ്പ് ഗ്യാസാ. സത്യ വരുമോടാ മക്കളെ? വരും. കൃഷ്ണേട്ടനോട് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യ ഇപ്പൊ പഴയ സത്യല്ല, വലിയ തിരക്കുള്ള ആളാ. പണ്ട് തിരക്കിന് അവക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അത് ശരിയല്ലേ? ഈ കോളനിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സത്യക്ക് 24 മണിക്കൂർ തികയില്ലായിരുന്നു. അവളും സുയിസാറുമായി നല്ല ചേർച്ചയിലല്ലാന്ന് കേട്ടു. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി പൂജയും വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട്. അവൾ എന്നും സുഖമായി കഴിയണം. ഞാൻ എന്നും സത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ല മനസ്സാ അവളുടേത്. അങ്ങനെയുള്ളവരെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. സത്യം ഒന്നല്ലോ. കൃഷ്ണേട്ടൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല മോളെ, കുറച്ച് സമയമായുള്ളൂ. ഞാൻ വൈകിയില്ലല്ലോ? ഏയ് ഇല്ല ഇല്ല, ഞാൻ നിന്നെ കാണാനുള്ള തിടുക്കം കൊണ്ട് കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു, അല്ലാതെ സത്യമോള് വൈകിയതല്ല. ഓ ഓ, വലിയ ഉപകാരം മോളെ. ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ? ഇല്ല, ഒരു പൈസ പോലും കയ്യിലില്ലാതെ. കൃഷ്ണേട്ടൻ എന്നെ ഒന്ന് വിളിക്കാൻ അത്രയ്ക്ക് മടിയാണോ? എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത്? ചേച്ചി ഇന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട മോളെ, ബിജുവിന്റെ ഓട്ടം ഉണ്ടല്ലോ. ഇനിയും കാശിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. എന്നെ ഒരു അന്യായിട്ട് കാണരുത്. കൃഷ്ണേട്ടന്റെ പഴയ സത്യ തന്നെയാ ഞാൻ. അതൊക്കെ എനിക്കറിയില്ലേ മോളെ. മോക്ക് സുഖമാണല്ലോ അല്ലേ? സുഖാണ് കൃഷ്ണേട്ട. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കുഞ്ഞുനാള് മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടവളല്ലേ നീ? ആ കഷ്ടപ്പെടുത്തലിനെല്ലാം ഒരു പ്രായശ്ചിത്തം വന്നോണം. ദൈവം നിനക്കൊരു നല്ല കാലം തരും. മോളൊന്നും കൊണ്ട് വിഷമിക്കരുത്. വിഷമോ? എന്തിന്? കൃഷ്ണേട്ടനോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സത്യ നല്ല വിഷമത്തിലാണ്,
സുധിയുമായിട്ട് അത്ര നല്ല ചേർച്ചയിലല്ല എന്നൊക്കെ. ഞാനല്ല. ആ അപ്പൊ ആളെയും പിടികിട്ടി. എടാ ഇക്കറും ദേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടൻ കേട്ടതില് കുറെയൊക്കെ ശരിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സത്യക്ക് ഒരു കുഴപ്പമില്ല. സുധിയനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതും മതി, കൃഷ്ണേട്ടൻ അത്രയും കേട്ടാ മതി. എന്നാ ശരി, കൃഷ്ണേട്ടൻ ചെല്ല്. ഇന്നെ ആശുപത്രി കൊണ്ടുപോകണം. ശരി മോളെ. ശരി. എടാ ബിജു, ഓട്ടോ എടുത്തോട്ട് പോടാ. ഞാൻ പോട്ടെ മോളെ. ആ ഇക്രു ഇന്ന് ദിവ്യയെ കണ്ടിരുന്നെന്ന്. അതെയോ? എവിടെ വെച്ച്? എടാ എവിടെ വെച്ചടാ കണ്ടേ? ഗാന്ധി റോഡിൽ വെച്ചൊരു കാറിൽ പോകുന്നുണ്ട്. ഗാന്ധി റോഡിലോ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദിവ്യജി കാറിന്റെ ബാക്ക് സീറ്റിലായിരുന്നു. ഫ്രണ്ടില് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറോ? അത് രാഹുലായിരുന്നോ? അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എടാ നീ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ? അതിനൊന്നും സമയം കിട്ടിയില്ല. യുദ്ധവിമാനം പോകുന്ന പോലെയല്ലേ കാറ് പോയത്. ദിവ്യയെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല അല്ലേ? ഇല്ല, പക്ഷേ അറിയും. അധികം വൈകാതെ തന്നെ അവൾ എവിടെയുണ്ടെന്ന് സത്യ കണ്ടുപിടിക്കും. അമ്മയും അച്ഛമ്മയും വിശ്വസിക്കുന്നത് പോലെ എവിടെയെങ്കിലും സുഖമായിട്ട് കഴിയുന്നുണ്ടാവും. അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെ ആരുടെ സൗജന്യത്തിന് കാത്തു നിൽക്കില്ല. AC കാറും AC റൂമും എല്ലാം ജീവിതത്തിൽ വേണമെന്നും പറഞ്ഞ് നടന്നവളാ. അപ്പോ എല്ലാ ആഡംബരങ്ങളും ഈശ്വരൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നാ ഞാനങ്ങ് പോയേക്ക. കൃഷ്ണേട്ടൻ പറഞ്ഞോണ്ടാ വന്നത്. ആ ശരി. ശരി പോട്ടടാ. അപ്പോ അവൾ ഇവിടെ തന്നെ ഉണ്ട്. അഭിയാണ് അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആര്? അഭിജിത്തോ? അതെ. ഇത്രയും കാലം എവിടെയായിരുന്നു നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു അവളോട്? പറഞ്ഞില്ലേ, അവളെ കണ്ട ഷോക്കില് ഞാനതൊക്കെ മറന്നുപോയി. ഇനി ഒരു പക്ഷേ ദിവ്യ വിവാഹത്തിലെ ദിവസം അഭി തട്ടിക്കൊണ്ടുപോയതായിരിക്കൂ. നിന്നോടുള്ള ദേഷ്യത്തിന് അവൻ അങ്ങനെയും ചെയ്യും. ഒന്നും അറിയില്ല. ദിവ്യയെ കണ്ടതിന്റെ ഷോക്ക് എന്റെ നെഞ്ചിന്ന് പോയിട്ടില്ല. എല്ലാം അഭിയുടെ കളിയാവാനാ സാധ്യത. നീ സൂക്ഷിക്കണം. അവൻ അവളെ വെച്ച് എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. എടാ, ദിവ്യക്ക് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? എന്തിന്? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണം? എടാ, നിന്നെ ചതിച്ച അവൾ മറ്റൊരാളുടെ കൂടെ പോയതല്ലേ. പിന്നെ നീ എന്തിനാ അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം? എന്നാലും അവൾ എങ്ങനെ അഭിയുടെ വലയിൽപ്പെട്ടു അതറിയണ്ടേ? നീ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പോണ്ട. അവളായി അവളുടെ പാടായി. പിന്നെ ദിവ്യ ഇന്ന് നിന്നെ കണ്ട കാര്യം നീ സത്യയോട് പറയും വേണ്ട. പറയാതെ പിന്നെ? എടാ, ദിവ്യയെ കാണാത്ത വിഷമത്തില ഇപ്പോഴും സത്യയുടെ വീട്ടുകാര്. ദിവ്യ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാലോ. ആരുടെയോ കൂടെ ദിവ്യ സുഖമായി ജീവിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തില അവളുടെ വീട്ടുകാര്. അവരുടെ വിശ്വാസം ശരിയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് തൽക്കാലം ദിവ്യയെ കണ്ട കാര്യം നീ ആരോടും പറയണ്ട. അവളെന്നെ സാറിനാ വിളിച്ചത്. പരിചയമില്ലാത്ത ഏതോ ആളോട് സംസാരിക്കുന്നത് പോലെയാ എന്നോട് സംസാരിച്ചത്. നീയും അവളും തമ്മിൽ ഇപ്പോ ഒരു ബന്ധവും ഇല്ലാത്ത കൊണ്ടാവും അങ്ങനെ വിളിച്ചത്. പിന്നെ പരിചയക്കേട് തോന്നിയത്. കുറെ കാലത്തിന് ശേഷം നിന്നെ ഫേസ് ചെയ്യണതിന്റെ ബുദ്ധിമുട്ട് അവക്കും ഉണ്ടാവും. എനിക്കറിയില്ല ക്ലീറ്റു, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. നീ എന്തായിരുന്നാലും ധൈര്യമായിട്ടിരിക്കും. വരുന്നത് വരട്ടെ. എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? അവൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എടേ, നീ അവളെ വിട്. നിന്നെ തേച്ചിട്ട് പോയവളെ നീ എന്തിനോർക്കണം? സത്യയാണ് നിന്റെ ഭാര്യ. ഈ സമയത്ത് നീ അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി.
എടാ ഇനി ആലോചിച്ച് നിന്നാൽ ശരിയാവില്ല. ഓഫീസിൽ സ്റ്റാഫുകളെല്ലാം നിന്നെ വെയിറ്റ് ചെയ്യാണ്. എന്തിന്? എന്തിനെന്നോ? അത് കൊള്ളാലോ. എടാ പുതിയ പ്രോജക്റ്റ് വന്നതിന്റെ ആഘോഷം. 200 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? നീ വേഗം വന്നേ വാ. അളിയാ നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോവേ. ശരി പോവാം, കേറ്. ആ അയ്യോ ഏത് നേരവും ഫോണിൽ കളിയാ. നല്ല സൂപ്പർ ഗെയിം ആടി. നോക്കി ഓ അവിടുന്ന്. ഞാൻ അതിനേക്കാളും വലിയൊരു സൂപ്പർ ഗെയിം മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. ഓ സത്യക്കെതിരെ ആയിരിക്കും. അവൾ ഇവിടുന്ന് പോയാലല്ലേ നമ്മുടെ എല്ലാ കളികളും നടക്കുള്ളൂ. അതുകൊണ്ട് ഗെയിം അവൾക്കെതിരെ തന്നെയാ. ബൈജുവേട്ട അതൊന്നും എടുത്തു വെച്ചേ. ആ ശരി, എന്താ പ്ലാൻ എന്ന് വെച്ചാ പറ. നമുക്കൊന്ന് വീട്ടിലേക്ക് പോണം. അതിനിപ്പം വീട്ടിലല്ലേ നമ്മളുള്ളത്. ഇതാണോ നമ്മുടെ വീട്? പിന്നല്ലാതെ. ഓ അപ്പോ നിങ്ങൾ ഇവിടെ സ്ഥിരതാമസം ആക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഓ എന്റെ വീട്ടിൽ പോകുന്ന കാര്യമാണോ പറഞ്ഞത്? ആ അതെ. പക്ഷേ അവിടെ സ്ഥിരതാമസം ആക്കാനൊന്നും അല്ല കേട്ടോ. പിന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആരെ? പൂജയെ. പൂജയും ഹോമവും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് സുധിയും സത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നല്ലേ തിരുമേനി പറഞ്ഞിരിക്കുന്നത്? സുധിയും സത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിച്ച താമസിയാതെ നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ നിന്ന് പുറത്താവും. പിന്നെ മൊബൈൽ ഗെയിമും കളിച്ചോണ്ടിരിക്കേണ്ടി വരും കാലാകാലം. അല്ല, പൂജ വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൾ എങ്ങനെ ഇനി ഈ വീട്ടിലേക്ക് വരും? അവൾ ആഗ്രഹിച്ച സുധി മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചു, അതും അവൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളെ. ആ വീട്ടിലേക്ക് പൂജ എങ്ങനെ വരുമെന്നാ നീ പറയുന്നേ? സത്യ ഈ വീട്ടിൽ ഇല്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമില്ല. സത്യ ഈ വീട്ടിൽ ഇല്ലാത്ത സമയം? അതെ, സത്യ ഇവിടുന്ന് മാറി നിൽക്കുമ്പോ വേണം പൂജ ഇങ്ങോട്ട് വരാൻ. എങ്കിലേ സുധിയുടെ മനസ്സിൽ ഇളക്കം ഉണ്ടാക്കാൻ പറ്റൂ. സത്യ ഇനി ഈ വീട്ടിൽ നിന്നും പോണമെങ്കിൽ അതിന് ഒരാളെ കൊണ്ടേ പറ്റൂ. അതാരാ അങ്ങനെ ഒരാള്? ദേവിക്ക് താലിമാല പൊട്ടിച്ചു നൽകിയത് കൊണ്ടോ 20 ലക്ഷം രൂപയുടെ പൂജ നടത്തിയത് കൊണ്ടോ സുധിയുടെ ശനിദശയൊന്നും പോവില്ല ബൈജുവേട്ടാ. അവള് വരണം. എടീ, ആരാണെന്ന് പറ. ദിവ്യ. ദിവ്യോ? എടീ, അവളെങ്ങനെ വരാനാ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ടാണെന്ന് കേട്ടിട്ടില്ലേ? ഏയ്, അതൊന്നും നടക്കില്ല സുജി. എന്തുകൊണ്ട്? എടീ, ദിവ്യ ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. മാത്രമല്ല, അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയവളാ. അതും സുധിയേക്കാൾ അവൾ ഇഷ്ടപ്പെടുന്ന ആരുടെയോ കൂടെ. അയാളെ വിട്ട് ദിവ്യ പിന്നെ ഈ വീട്ടിലേക്ക് വരാനോ? നെവർ, ഒരിക്കലുമില്ല. സുധിയേക്കാളും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് ദിവ്യ ഒളിച്ചോടിയതെങ്കിൽ അവൾ എന്തിനാ ബൈജേട്ടാ സുധി അന്വേഷിച്ച് ഇവിടേക്ക് വിളിക്കുന്നത്? അത് ശരിയാ. അവൾ സുധിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? കാണാൻ മാത്രമായിരിക്കില്ല, ചിലപ്പോ സുധിക്കൊപ്പം ജീവിക്കാനും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ഒരു ആഗ്രഹവുമായി ദിവ്യ ഈ വീട്ടിലേക്ക് വന്ന പൂജ പിന്നെ ഔട്ടാവും. ദിവ്യയെ ഉപയോഗിച്ച് സത്യ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റിയ ആ നിമിഷം ദിവ്യയെ നമുക്ക് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എളുപ്പമാ. അല്ല, അത് നടക്കോ?
ഒരു പെണ്ണ് വിചാരിച്ച എന്താ നടക്കാത്തതായിട്ടുള്ളത്? അതിന് ദിവ്യയുടെ ഫോൺ നമ്പർ ഒന്ന് സംഘടിപ്പിക്കണം. അതിന് പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഫോൺ നമ്പർ എങ്ങനെ കിട്ടും? അന്ന് ദിവ്യ വിളിച്ചത് ലാൻഡ് നമ്പറിലേക്കല്ലേ? ഇവിടുത്തെ ഫോണിന്റെ കോളർ ID വർക്ക് ചെയ്യുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതെ, അവള് വിളിച്ച ഡേറ്റ് ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ 22-ാം തീയതിയാ. ഓ, 22. അപ്പോ അവളുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ 22. മണ്ടത്തരം പറയാതെ പറ്റൂട്ടാ, പോ ഇവിടുന്ന്. എടി, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ മറ്റൊരു പെണ്ണ്. അത് തന്നെയാ നല്ലത്. ഞാൻ കണ്ടുപിടിക്കുക നമ്പർ. നീ നോക്കൂ. മതി വിമലേ, ഇനി പിന്നീട് എങ്ങാനും ചെയ്യാം. നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പറമ്പ് മുഴുവൻ കിളച്ച് വൃത്തിയാക്കാൻ നിന്നാ ശരിയാവില്ല. ആശുപത്രി പോവാൻ പോലും ഇവിടെ കാശില്ല. അമ്മ ആ പാവലിന്റെ വിത്തൂടെ ഇങ്ങനെ എടുത്തോണ്ട് വാ. അതും കൂടെ നട്ടിട്ടേ കേറുന്നുള്ളൂ. നാളെ ആവട്ടെ വിമലേ. സാരമില്ലമ്മേ, അമ്മ അതും കൂടി ഇങ്ങനെ എടുത്തോണ്ട് വാ. ചെല്ലേ. ഓ, ഇവളുടെ ഒരു കാര്യം. എന്താ അമ്മായിയമ്മയും വരുമ്പോഴും ഒരു ഏർപ്പാട്? എന്താ ചെവി കേൾക്കില്ലേ? അടിച്ചു പോയോ? ഹലോ, ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. ഒന്ന് പോടാ അവിടുന്ന്. അപ്പൊ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഏട്ടത്തി കുഴിയെടുക്കുവാണോ? തള്ള തട്ടിപ്പോകുമ്പോ കുഴിച്ചിടാൻ ഇവിടെ പറ്റില്ല. നമുക്കേ പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോവാം. എന്താ കൃഷിപ്പണിയാണോ? കുറച്ച് വിത്തുണ്ടായിരുന്നു, അതങ്ങ് നടാന്ന് വിചാരിച്ചു. നല്ല കാര്യം. പക്ഷെ വിളവെടുപ്പ് നടത്തുന്നത് പപ്പനായിരിക്കും മാത്രം. എന്തായ തീരുമാനം? അല്ല, ആ ആധാരം കിട്ടിയായിരുന്നെങ്കിലേ സ്ഥലം എന്റെ പേരിലേക്ക് എഴുതിക്കായിരുന്നു. പറഞ്ഞ പോലെ ഞാനെന്തിനാ ഏട്ടത്തിയോട് സംസാരിക്കുന്നത്? കച്ചവടം പപ്പനും പപ്പന്റെ അമ്മയായിട്ടല്ലേ? സോറി, പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. പറയല്ലേ, നമ്മുടെ ഡീലിങ്സ് എങ്ങനെയാ? എന്റെ കയ്യിലേക്ക് എഴുതി കിട്ടിയാലേ എനിക്ക് സമാധാനാവൂ. നിനക്ക് എന്തിനാ സമാധാനക്കേട്? നിന്റെ കയ്യിൽ എഗ്രിമെന്റ് ഇല്ല. അതുകൊണ്ട് സ്ഥലം എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. കാശ് തരും. പിന്നെന്തിനാ സ്ഥലം എഴുതി തരുന്നത്? കാശ് എപ്പ തരാനാ? 2 ദിവസത്തേക്കെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ദിവസം ഇപ്പൊ എത്രയായി? 500 അല്ലല്ലോ. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്കും പോകുന്നുമില്ല. കാശിന്റെ കാര്യത്തിലേ എനിക്ക് അന്യന്മാരും ബന്ധുക്കളും എല്ലാം ഒരുപോലെയാ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞു, അതൊരുമാതിരി തെണ്ടിത്തരവാ. നിങ്ങൾ ഇവിടുന്ന് പോണോ പോകണ്ടോ തീരുമാനിക്കുന്നത് പപ്പനാ. പപ്പ, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി തരണം. അയ്യോ, ഇനി എന്ത് സാവകാശം? കാശ് ഉടനെ തന്നെ റെഡിയാക്കി തരാം. എങ്ങനെ റെഡിയാവാനാ? ഒരു കാര്യം ചെയ്യും, വീടും പറമ്പും എനിക്ക് എഴുതി തരാന്ന് എഗ്രിമെന്റ് എഴുതിയതല്ലേ, അത് തന്നേക്ക്. കാശ് തരാൻ പറ്റിയിട്ടില്ലെങ്കിലല്ലേ വീട് നിന്റെ പേരിൽ എഴുതി തരേണ്ട കാര്യമുള്ളൂ. കാശ് തരാൻ പറ്റില്ലല്ലോ. തല ആധാരം തന്നേക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയെടുത്തു. അകത്തേക്ക് കയറി പോവരുത്. ഇതെന്റെ വീടാ. ആഹാ, ഈ അധികാരം കാണിക്കലൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. പപ്പനാവന്റെ പെറ്റവളയുടെ വീടാണ് ഇതെങ്കിൽ പപ്പനാവൻ ഇതിനകത്ത് കയറും, ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്യും.
ആ പാപ്പ അങ്ങോട്ട് മാറി നിൽക്കുന്നല്ലേ. വല്ലതും പറ്റിയമ്മേ? ദേഹത്തോട്ട് വിളിച്ച തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. എന്താ പപ്പ നീ കാണിക്കുന്നത്? നിങ്ങളുടെ രണ്ടാമത്തെ മോളെ പോലെ തള്ളയും ഗുണ്ടായസം കാണിക്കണോ? പപ്പൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ കൊന്നാലും ആ ആധാരം നിനക്ക് തരില്ലടാ. പപ്പ വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കാശ് മതി. ഞാൻ തന്ന 10 ലക്ഷം രൂപ അതെപ്പോ തരുന്നു പറ. ഉടനെ തന്നെ തരാം പപ്പ. ഉടനെ തന്നെ തരണം. ഇല്ലെങ്കിൽ ഇതേ കണ്ടല്ലോ, കഴുത്തെ പിടിച്ച് തള്ളാൻ മാത്രമല്ല കൊല്ലാനും ഈ പപ്പം മടിക്കില്ല. എന്താ അമ്മേ, എന്തെങ്കിലും പറ്റിയോ? അവൻ പിടിച്ച് തള്ളിയിട്ടെന്റെ കയ്യ്. അമ്മ വാ, ഞാൻ എണ്ണ ഇട്ട് തരാം. വാ. എന്താ സുധി നീ ഒന്നും പറയാത്തത്? ഞാൻ നിന്നെ അഭിനന്ദിച്ചത് ആത്മാർത്ഥമായിട്ടാ. അയ്യേ, ഇത് മോശമാ. സ്കൂൾ കുട്ടികളെ പോലെ പിണങ്ങരുത് നീ. ക്ലാസ്സിൽ ഒന്നാമനായ സഹപാഠിയോട് കുശുമ്പ് കാണിക്കുന്ന സഹപാഠി ആവരുത് ബിസിനസ് മാഗ്നറ്റായ സുധി. എടാ, എന്റെ മുഖത്തേക്കൊന്ന് നോക്കെങ്കിലും ചെയ്, എനിക്ക് പോണം. ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് കയ്യിലേക്ക് വന്നാ അതിന്റെ തിരക്ക് നിനക്ക് അറിയാഞ്ഞിട്ടാ. തോൽപ്പിക്കാൻ ശ്രമിക്കുന്തോറും ജയിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ നീ. ജയിക്കടാ, അല്ലെങ്കിൽ ജയിച്ചവനെ ഒന്ന് വിഷയായി. 200 കോടി പ്രോജക്ടിന്റെ ഉടമയ്ക്ക് ഈ ദരിദ്രവാസിയുടെ വകയൊരു ചെറിയ ഉപഹാരം നാളെ മണിമംഗലം ബിൽഡേഴ്സിൽ എത്തിക്കുന്നുണ്ട് ഞാൻ. അല്ല, മധുരമുള്ളൊരു അവാർഡ് കുറച്ചു നേരത്തെ തന്നുവിട്ടത് സ്വീകരിച്ചു കാണുമല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അത് ഞാൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇനി ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആവാം. നിന്റെ തകർച്ച. എങ്കിലും എനിക്ക് നിന്നോട് അല്പം സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ട്. നിന്നെ കണ്ടു പഠിക്കാനാ നിന്റെ ഭാര്യ, അതായത് സത്യ, എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവൾ അത് പറഞ്ഞ അന്നു മുതൽ നീ എന്റെ ഗുരുവാ, എന്റെ മാനസ ഗുരു. അതുകൊണ്ടാ ഇന്ന് ആ ഗുരുദക്ഷിണ അങ്ങയുടെ തൃക്കാൽക്കൽ കൊണ്ട് ഞാൻ അങ്ങ് വെച്ചത്. ഇനി ആ പാതാര ബിന്ദങ്ങളിലൊന്ന് നമസ്കരിക്കണം. എടാ, നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമയാസമയങ്ങളിൽ തന്നുകൊണ്ടേയിരിക്കും. അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ശിഷ്യനെ ഒന്ന് അറിയിച്ചാ മാത്രം മതി. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്നൊരു പാട്ടുണ്ടായിരുന്നു, നീയും കേട്ട് കാണും. കാക്ക കൊണ്ടുപോയ കസ്തൂരി മാമ്പഴത്തെ വീണ്ടും കണ്ടപ്പോ എന്ത് തോന്നി? എടാ, അവൾ ഒന്നുകൂടെ ഒന്ന് ഫിഗർ ആയിട്ടുണ്ടല്ലേ. നാണം വരുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ദിവ്യ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു? അതുകൊണ്ടാണല്ലോ അവൾ നിന്നെ തേടി വന്നത്. ചിലപ്പോൾ അവളെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ദിവ്യക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് വന്ന് എനിക്ക് സുധിയെ കാണണമെന്ന് പറഞ്ഞാ എനിക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നീയും ഞാനും ഒക്കെ ശത്രുക്കളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? എന്താടാ പഴയ കാമുകി വന്ന് മുന്നിൽ നിന്നിട്ടും നിനക്കൊരു തെളിച്ചില്ലാത്തത്? അതൊരു അനർത്ഥമായി തോന്നിയോ നിനക്ക്? അഭി പ്ലീസ്. ആ അനർത്ഥം ഇനി നിന്റെ ജീവിത വഴികളിൽ ഉടനീളം ഉണ്ടാവും. ഇല്ലെങ്കിൽ കൊണ്ടു നിർത്തും ഞാൻ. കാരണം ദിവ്യയുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ സത്യ കെട്ടിയെന്നറിഞ്ഞിട്ടും അവൾക്ക് നിന്നോട് പ്രണയം മാത്രമാണുള്ളത്. അതാണടാ യഥാർത്ഥ സ്നേഹം. അല്ലാതെ പ്രണയിച്ചവളെ ഒരു നിമിഷത്തേക്ക് കാണാതായപ്പോഴേക്കും മറ്റൊരുവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന മൂന്നാംകിട ഏർപ്പാടല്ല പ്രണയം. ദിവ്യക്ക് നിന്റെ അടുത്ത് വരാൻ പേടിയാ. പക്ഷേ അവക്ക് നിന്നെ വേണം. ആ മനസ്സ് നിറയെ സ്തുതിയാ. നിന്റെ അടുത്തേക്ക് ദിവ്യക്കെത്താനുള്ള ഒരേ ഒരു നൂൽപ്പാലം അത് ഞാനാ. അതിലൂടെ അവളുടെ കൈപിടിച്ച് നിന്റെ അടുത്ത് എത്തിച്ചു കൊടുക്കേണ്ട കടമ അതെന്റേതായതുകൊണ്ട് അവളെ ഞാൻ നിന്റെ അടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. നിന്നെ മറക്കാൻ കഴിയാത്തവൾ തന്ന നല്ലൊരു ബൊക്കയില്ലേ നിന്റെ കയ്യിൽ? ഇന്നത്തെ ദിവസം അതും നോക്കിയിരുന്ന് പഴയ പ്രണയമഴയിലൂടെ ഇങ്ങനെ നടക്കാം. അവിടെ സ്തുതിയും ദിവ്യയും മാത്രമേ പാടുള്ളൂ. ഓക്കെ? അപ്പോ ബൈഡാ. ഗുഡ് നൈറ്റ്. എന്തു പറ്റി മോനെ? എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലെ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം എന്നോ? ഗവൺമെന്റ് പ്രോജക്ട് കിട്ടിയതിന്റെ ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഓ, അതുകൊണ്ടാവും നീ പോകുമ്പോ സത്യയെ കൂടെ കൂട്ടാതെ പോയതല്ലേ? എടാ എടാ നിന്റെ വിഷമമൊക്കെ ചേച്ചിക്ക് മനസ്സിലാവും. എനിക്ക് എന്ത് വിഷമം? ദേ ഈ മുഖം കണ്ട അറിഞ്ഞൂടെ? നിന്നെ ഞാൻ എത്ര കാലമായിട്ട് കാണുന്നതാ. ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലം മുതല് നമ്മൾ ഒന്നിച്ചൊരു വീട്ടില് കഴിഞ്ഞവരല്ലേ? സത്യയെ കെട്ടിയതോടെ നിനക്ക് ചേച്ചിയോടുള്ള സ്നേഹമൊക്കെ പോയി. സത്യയുടെ സ്ഥാനത്ത് ദിവ്യ ആയിരുന്നെങ്കിലെന്ന് നീ ചിന്തിക്കാറില്ലേ? പറഞ്ഞിട്ട് പോടാ. ഇല്ല, ഞാൻ അതിന് ദിവ്യയെ കുറിച്ച് ഓർക്കണം.
അത് പിന്നെ നീ ഓർത്താലും ഇല്ലെങ്കിലും അവൾ ഇപ്പോഴും നിന്നെ കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കുക. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഞാനൊരു പെണ്ണല്ലേ. ദിവ്യ മറ്റാരുടെ ഭാര്യയാണ്. ആയിരിക്കാം, അല്ലായിരിക്കാം. അല്ലായിരിക്കാമെന്നോ? എന്തായാലും അവളുടെ മനസ്സിൽ ഇപ്പോഴും നിനക്ക് തന്നെയാ സ്ഥാനം. അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട. അവളത് ആഗ്രഹിക്കുന്നുണ്ട് സുധി. അങ്ങനെ ഒരു ആഗ്രഹം ദിവ്യക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവള് നിന്റെ നമ്പർ തേടി പിടിച്ച് ഫോൺ ചെയ്യില്ലായിരുന്നല്ലോ. ഫോൺ ചെയ്യാനോ? അവളെ എന്നൊന്നും വിളിച്ചിട്ടില്ല. എടാ, നിന്നെ വിളിച്ചു കാണില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ പേടി കൊണ്ടോ ഒക്കെ ആയിരിക്കും. നീ എന്തു പറയുന്നുള്ള ഭയം അവൾക്കില്ലാതിരിക്കില്ലല്ലോ. പിന്നെ ആരെ അവള് ഫോൺ വിളിച്ചത്? എടാ, ഇവിടേക്ക് വിളിച്ചു. ഇവിടുത്തെ ലാൻഡ് ഫോണില് അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചു? ആ, അമ്മയുമായിട്ട് കൊറേ സംസാരിച്ചു. അവള് കൊറേ കരഞ്ഞു. എടാ, നിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നെ കുറിച്ചും ഇവിടെയുള്ളവരെ എല്ലാവരെയും പറ്റി ദിവ്യ അന്വേഷിച്ചു. പൊറുക്കണമെന്നും തെറ്റുപറ്റിയതാണെന്നും എല്ലാം പിന്നീട് പറയാന്നും ഒക്കെ പറഞ്ഞു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ അമ്മയോട് ചോദിക്ക. അല്ലെങ്കിലും സുജിതേച്ചി കളവ് മാത്രല്ലേ പറയുള്ളൂ. എന്താ മോനെ, എന്തു പറ്റി? ഞാൻ കേട്ടത് ശരിയാണോ? നീ എന്താ കേട്ടത്? ദിവ്യ അമ്മയെ ഫോൺ ചെയ്തോ? ദിവ്യ? ഏത് ദിവ്യ? അയ്യോ അമ്മേ, ദിവ്യ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇവനെ ജീവന് തുല്യം സ്നേഹിച്ച, ഇവനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഇവന്റെ ദിവ്യയുടെ കാര്യമായി ചോദിച്ചേ. അത് അവള് വിളിച്ച കാര്യം നിന്നോടാര് പറഞ്ഞു? അമ്മേ, അത് ഞാൻ തന്നെയാ പറഞ്ഞത്. സുധിയോടും സത്യയോടും അതിനെക്കുറിച്ച് പറയരുതെന്ന് അച്ഛന്റെ കൽപ്പനയുണ്ടെങ്കിലും എനിക്ക് അതെന്റെ അനിയനോട് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുവരെ ഞാൻ ഒന്നും സുധിയോട് ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ. അത് അവള് ഇങ്ങോട്ട് വിളിച്ചോ? ഓടി എല്ലാവരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കാണല്ലേ? എടാ, വിഡ്ഢിയാക്കിയതല്ല, നിന്നെ ചതിച്ചതാ നിന്റെ ഭാര്യ സത്യ. അവള് കാരണോ നിനക്ക് ദിവ്യയെ നഷ്ടപ്പെട്ടത്. മോനെ, മോൻ പഴയതൊന്നും ഓർക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നേ. നീ എന്തിനാ ദിവ്യ വിളിച്ച കാര്യം പറയാൻ പോയത്? അമ്മേ, അത് പറയണം. അവളെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ ഉള്ളു കത്തിയത് കണ്ടില്ലേ? ആ തീയിലായിരിക്കണം സത്യ ദഹിക്കേണ്ടത്. എടി, അച്ഛന് വാക്ക് കൊടുത്തല്ലേ സുധി അക്കാര്യം അറിയില്ലെന്ന്? അതെ, വാക്ക് കൊടുത്തതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. മുമ്പൊരിക്കൽ അച്ഛന്റെ വാക്ക് കൊടുക്കല് കൊണ്ടാ സുധി ഇന്ന തെരുവ് തെണ്ടി പെണ്ണിന്റെ കൂടെ ജീവിക്കേണ്ടി വന്നത്. അത് മാറണം, മാറ്റിയെടുക്കണം നമുക്ക്.
ദേ ഇപ്പൊ തന്നെ ഇത് പോയ അമ്മ അച്ഛനോട് പറയണം കേട്ടോ. ചന്ദ്രേട്ടാ, ആ സുജിത പോയി സുധിയോട് ദിവ്യ വിളിച്ച കാര്യം പറഞ്ഞൂന്ന്. ദേ അമ്മേ, അമ്മയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ തക്കം നോക്കി സത്യ എന്ന പിശാചിനെ പുറത്താക്കാം. എത്ര നേരമായിട്ട് കാത്തിരിക്കാം, എന്താ ഇത്രയും വൈകിയേ? അതെ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അതെ, വേഗം പോയി കുളിച്ചിട്ടോ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. നീ കഴിച്ചോ? അത് നല്ല കഥ. ഞാൻ സുധിയെ കാത്തിരിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. സുധി കഴിച്ചിട്ടാണോ വന്നേ? അല്ല. എന്നാ പിന്നെ വേഗം വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റില്ല. നോക്ക്, അത്താഴം മുടക്കിയ പിറ്റേ ദിവസത്തേക്ക് ഒരു പ്രാവിന്റെ തൂക്കം നമുക്ക് കുറയുന്ന അച്ഛമ്മ പറയാറുള്ളത്. സുധി, എന്താ പറ്റിയ? നല്ല തലവേദന. അയ്യോ, തലവേദനയോ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. നോക്കട്ടെ. ഏയ്, പനിയൊന്നുമില്ല. ഞാനേ ബാം പുരട്ടി തരാം. വേണ്ട, ഒന്നും വേണ്ട. സുധിക്ക് തലവേദന മാറണ്ടേ? മതി മതി സത്യ, വേണ്ട. ഞാനേ ഭക്ഷണം ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എനിക്കൊന്ന് കിടക്കണം. എന്ത് പറ്റി സുധി? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീ പോയി കഴിച്ചിട്ടോ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഇതെന്താ കുളിക്കുക പോലും ചെയ്യാതെ? നോക്ക്, നല്ല തലവേദനയാണോ? എന്നാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എന്തായാലും ഞാൻ ആഹാരം എടുത്തോണ്ട് ഇവിടെ വെച്ചേക്കാം. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് തരൂ പ്ലീസ്. ദിവ്യ പോയി അല്ലേ? പേടിക്കണ്ട, അവൾ ഇനിയും വരും, വന്നുകൊണ്ടേയിരിക്കും. നീ
നിന്റെ പൂവിരിച്ച പാതകളിലെല്ലാം അവൾ ഉണ്ടാവും. ദിവ്യ വിളിച്ച കാര്യം നമ്മൾ സുധിയോട് നേരത്തെ പറയണമായിരുന്നു. സുധിയോടും സത്യയോടും അതിനെക്കുറിച്ചൊന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇതുവരെ അക്കാര്യം സുധിയോട് പറയാതിരുന്നത്. എന്തായാലും സുധി ആകെ ടെൻഷനിലാവും. അവൻ തകർന്നിട്ടുണ്ട്. ഈ തകർച്ചയെ നമ്മൾ മുതലെടുക്കണം. സുധി ഇനിയും ദിവ്യയുമായി ബന്ധം തുടരുമോ? തുടരണം. അപ്പൊ എന്റെ അനിയത്തി പൂജ? ദിവ്യയുമായിട്ട് സുധി വീണ്ടും ഒന്നിക്കണമെങ്കിൽ അവൻ ആദ്യം സത്യയെ ഒഴിവാക്കണം. അതുവരെ നമ്മൾ സുധിക്കൊപ്പം നിൽക്കും. സത്യയെ സുധി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ പൂജ ഇറക്കും. വിവാഹം ഉറപ്പിച്ച് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ ദിവ്യയെ ആ പേര് പറഞ്ഞ് നമ്മൾ തള്ളും. ഗുഡ് ഐഡിയ. സത്യയെ സുധിയിൽ നിന്നും അകറ്റാൻ ഇനി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. സത്യ ഒരിക്കലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അവള് നമ്മളോട് ചെയ്തതിന് പലിശയും കൂട്ടുപലിശയും കൊടുത്തിട്ട് വേണം പറഞ്ഞുവിടാൻ. സുധിയുടെ ഇപ്പോഴത്തെ ആ തളർച്ച അത് മുതലെടുക്കാൻ പറ്റിയ നമ്മൾ ജയിച്ചു. ഇവിടെയുള്ള എല്ലാവരോടും സുധി ദേഷ്യത്തിലാണെന്നല്ലേ പറഞ്ഞത്? ആ ദേഷ്യം നമ്മൾ ഇരട്ടിപ്പിക്കണം. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറഞ്ഞ് സുധിയെ ഭ്രാന്തടിപ്പിക്കണം. അതെ, അപ്പോഴേ അവൻ സത്യയെ ഒഴിവാക്കിയുള്ളൂ. സത്യ എന്നേക്കുമായി സുധിയുടേതല്ലാതാവുന്ന ദിവസം അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ദിവ്യ, ഇന്നത്തെ നിന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കിയാണ് നീ. ആ സന്തോഷത്തിന് വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ ഡിന്നർ ഒരുക്കിയിരിക്കുക അഭി. അത് മാത്രമല്ല, ദിവ്യക്ക് ഒരു ഗുഡ് ന്യൂസും ഉണ്ട്. എന്താ അത്? അത് അഭി തന്നെ പറയട്ടെ. വാ. എന്താ സർ? ദിവ്യ ഞാൻ എന്റെ പെർമനന്റ് സ്റ്റാഫായി നിയോഗിക്കാൻ പോവാ. താങ്ക് യു. നന്ദി വാക്കിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എന്റെ കടമയാ. അതെ അതെ. ദിവ്യ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ദിവ്യക്ക് ഇന്നൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നില്ലേ? വൺ മിസ്റ്റർ സുധി. ഓർമ്മയുണ്ട്. അയാളെ അറിയോ? അറിയാം. ദിവ്യ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ടോ?